ഹായ് വേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ദിസ് ഈസ് ന്യൂ എക്സ് DP 2000. പുതിയൊരു ഇലക്ട്രിക് പാഡാണ്. ന്യൂ എക്സ് എന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് പാഡാണ്. ഇവർക്ക് ഇലക്ട്രിക് ഡ്രം, ഗിറ്റാർ പ്രോസസ്സർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇവരൊരു ഇലക്ട്രിക് പാഡ് ഇറക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അവരുടെ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലിപ്പോൾ ഇത് അവൈലബിൾ ആണ്. മുമ്പ് ഇന്ത്യയിൽ ഇതില്ലായിരുന്നു. ആമസോണിൽ നിന്ന് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. വെറും ഒരു 22,000 രൂപ അടുപ്പിച്ച് ആണ് ഇതിൻ്റെ വില വരുന്നത്. ഈ കൊടുക്കുന്ന വിലയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം ഈ വിലയ്ക്ക് ഒരുപാട് ബാക്കിയുള്ള പാഡുണ്ട്. റോക്ക് സ്റ്റാർ പ്രോ, പിന്നെ അലീസിൻ്റെ ഏതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിത് ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. ടോൺ വൈസ് നല്ല അപ്ഡേറ്റഡ് സാധനമാണ്. നമുക്ക് നല്ല ടോണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മെറ്റൽ ബോഡിയാണ്. ഇതിൻ്റെ ഈ പാർട്ടെല്ലാം മെറ്റലാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു DTXനേക്കാളും ഒക്ടാപാഡിനേക്കാളും വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ യമഹ ഉപയോഗിക്കുന്നത് പോലെ അല്ലെ റോളറിൻ്റെ ഏതാണേലും, ഏത് പാഡാണെങ്കിലും, ഒക്ടാപാഡാണെങ്കിലും, S6 Pro ആണെങ്കിലും, SPD 20 ആണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നമുക്കിതൊന്നും ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ആ പാഡിൻ്റെ വിലയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ കൊടുക്കുന്ന വിലയ്ക്ക് ഭയങ്കര യൂസായിട്ടുള്ള ഒരു സാധനമാണ്. 22,000 രൂപയ്ക്ക് ഇത്രയും ഓപ്ഷനുള്ള പാഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ലെന്ന്. കാരണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൽ അഡീഷണൽ ടോണ്, വേവ് സാമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാമാണെങ്കിലും നമുക്ക് വേവ് സാമ്പിൾസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാഡ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. വേവ് സാമ്പിൾസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാഡ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഈ പാഡ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഔട്ട്പുട്ട്, നമുക്ക് ക്ലിക്ക് ഔട്ട്പുട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനാണ്. അത്യാവശ്യം നല്ലൊരു LED ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് പാച്ച് ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഫങ്ഷൻ ചേഞ്ച് ചെയ്യാനായാലും ഒരു വാല്യൂ അതൊരു വീൽ ടൈപ്പാണ്, അത് തന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മാസ്റ്റർ വോളിയം, ഫോൺസ്, എല്ലാ എഫക്ട്സിനെല്ലാം സെപ്പറേറ്റ് വോളിയം കൺട്രോൾ, ടെമ്പോ കൂട്ടാനും കുറയ്ക്കാനും വോളിയം, അതിനൊരു നോബ് ഉണ്ട്. ഫങ്ഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഒരു ഒക്ടാപാഡ് DTX ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളിന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടോൺ സെറ്റ് ചെയ്യാനും ഒരു കിറ്റ് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് മൊത്തം നമുക്ക് 40 കിറ്റ് ഉണ്ട്. അതിൽ 20 കിറ്റ് അവർ പ്രീസെറ്റ് ചെയ്തിട്ടുണ്ട്. 20 നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ പാഡിലും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രീസെറ്റ് ടോൺസ് നമുക്ക് നോക്കാം.
യെസ്, അവർ തന്നിട്ടുള്ള പ്രീസെറ്റ് കിറ്റ് ഇത്രയാണ്. 20 കിറ്റ് അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിറ്റുകളാണ്. ഡ്രം ടോണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് യൂസറിൽ 20 കിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു യൂസറിൽ ചെയ്തിട്ടുള്ള ഒരു 1-2 ഡ്രം കിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ യൂസറിൽ അവർ തന്നിട്ടുള്ള ടോൺ വെച്ച് തന്നെ ചെയ്തതാണ്. നമുക്ക് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേവ് ടോൺസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വേവ് ടോൺസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തകിലിൻ്റെ ടോണ്, അങ്ങനെ പല ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ടോണ് നമുക്കൊന്ന് നോക്കാം.
ഇതാണ് ഞാൻ അഡീഷണലായിട്ട് കയറ്റിയിട്ടുള്ള കുറച്ച് ടോൺസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഡിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കുന്ന വിലയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡൈനാമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ റബ്ബർ പാഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു റബ്ബർ പാഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒക്ടാ പാഡൊക്കെ വായിക്കുന്ന ഒരു ഫീൽ ഏകദേശം അതിനോട് അവർ നീതി പുലർത്തിയിട്ടുണ്ട്. നമ്മൾ DTX ഒക്കെ വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡൈനാമിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഒരു ഫോൺസ് ഔട്ടുണ്ട്, ഓക്സിനുണ്ട്. നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് 3 ട്രിഗർ പാഡ് കണക്ട് ചെയ്യാം. കിക്ക്, ഹൈ ഹെഡ് കൺട്രോള്, പിന്നെ അഡീഷണൽ ഒരു സ്നെയർ, ഒരു ട്രിഗർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മിഡി ഇൻ ഔട്ടുണ്ട്. പിന്നെ നമുക്ക് ടോണ് കയറ്റാനായിട്ട് USB പോർട്ടുണ്ട്. അത് C ടൈപ്പാണ് USB പോർട്ട്. പിന്നെ നമുക്ക് മിഡി കണക്ട് ചെയ്ത് വായിക്കാൻ, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് ഒരു USB പോർട്ടുണ്ട്. പിന്നെ 9 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്, DC അഡാപ്റ്റർ. പിന്നെ ഒരു പവർ ബട്ടൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇൻപുട്ട് ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ലൈവിൽ തന്നെ എഫക്ട്സ്, ഇപ്പം നമ്മൾ എഫക്ട്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫക്ട്സ് നോബ് ഓൺ ചെയ്യുമ്പോൾ ഈ നോബ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു റിവർബ് എഫക്ട്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമുക്കിവിടെ ഒരു കൺട്രോൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒക്ടാപാഡിൽ SX Proയിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് അത് വളരെ യൂസാണ്. പിന്നെ ക്ലിക്കിനൊരു നോബ് ഒരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്കിൻ്റെ ടെമ്പോ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ലൈവിൽ തന്നെ. അത് നമുക്ക് ഫങ്ഷൻ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ അതിനുവേണ്ടി ഒരു നോബ് അവർ വെച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റൊരു പാഡിന് അതില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് അത് ആ ഫങ്ഷൻ നമുക്ക് ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഫങ്ഷൻ ഒന്നും എടുക്കാതെ തന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാസ്റ്റർ ഔട്ട്പുട്ട്, മാസ്റ്റർ വോളിയം, ഹെഡ്ഫോൺ വോളിയം, അതിന് 2 സെപ്പറേറ്റ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ മ്യൂട്ട്, പെട്ടെന്ന് വോളിയം കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, മ്യൂട്ട് ഫങ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു യൂസർ കിറ്റ് ചെയ്യാൻ എളുപ്പമാണത്. ഈ മെനു എടുത്തതിന് ശേഷം ഇതിനകത്ത് മെനു എന്ന് പറയുന്നത് ഇത്രയാണ്: ട്രിഗർ, സൗണ്ട്, ലെയർ, പാഡ് സെറ്റ്, എഫക്ട്സ്, കിറ്റ് നെയിം, റീസെറ്റ്, ഓപ്ഷൻസ്, ഔട്ട്പുട്ട്, മിഡി നോട്ട്, പേ ഫയൽ. ഇപ്പോൾ നമ്മളൊരു കിറ്റ് ചെയ്യാനാണെങ്കിൽ മെനു എടുത്തതിന് ശേഷം ഇതിനകത്ത് സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെവിടെയാണ്, ഇപ്പോൾ യൂസർ കിറ്റിൽ അവർ എല്ലാത്തിനും ഒരു ഡ്രം കിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ ഇത് ബട്ടണാണ്, ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സ്നെയർ, ഇപ്പോൾ നമുക്ക് കിക്കാണ് മാറ്റേണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ അത് ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. ഓരോ പാഡിലും നമുക്ക് ഇഷ്ടമുള്ള ടോണാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇതിൽ നമ്മൾ സ്നെയർ വായിക്കണം. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് നമുക്ക് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്നെയറിൻ്റെ സൈഡ് സ്റ്റിക്ക് അത് നമുക്ക് എല്ലാ ടോണിനും അല്ല, നമുക്ക് ഈ ഡ്രം ടോണിനൊക്കെ അത് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോറിനാണെങ്കിലും അതിൻ്റെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ട് ഇപ്പോൾ നമുക്കത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ സെൻറ്റർ ബീറ്റ് കിട്ടും. നമ്മൾ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ റിം ഷോട്ട് സൈഡ് സ്റ്റിക്കിൻ്റെ അത് സ്നെയറിനും ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡൈനാമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡൈനാമിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സൗണ്ടിനകത്ത് നമുക്ക് സൗണ്ട് ചേഞ്ച് ചെയ്യാം.
സൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടോൺസ് ആഡ് ചെയ്യാം. ഇപ്പോൾ പിച്ച് ചേഞ്ച് ചെയ്യണത് നമുക്ക് ഈ നോബ് താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് പിച്ചെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇതാ 32 വരെ പ്ലസ് ചെയ്യാനും -32 വരെ ഉണ്ട്, ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ഓരോ ടോണിൻ്റെ ലെവൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അതാണ് നമുക്ക് ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനകത്ത് എത്ര ഓപ്ഷനാണുള്ളത്. ലെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ലെയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ടോണ് ലെയറിൻ്റെ നമുക്ക് കർവാണ്, ലെയർ കർവ് അഡ്ജസ്റ്റ് ചെയ്യണ ഓപ്ഷനാണ്. നമുക്ക് ഒരേ സമയം 2 ടോൺ ഒരുമിച്ച് കേൾക്കത്തില്ല. അത് നമ്മൾ ഡൈനാമിക്സ് ആ ഒരു രീതിയിലാണ് ഒരു ലെയർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നമുക്ക് SPD ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇതിൽ പറ്റത്തില്ല. പിന്നെ പാഡ് സെറ്റിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് ഡൈനാമിക്സ് ഇപ്പോൾ ഓണാണ്, ഡൈനാമിക്സ് ഓഫ് ചെയ്യാം. എങ്ങനെ വായിച്ചാലും ഡൈനാമിക്സ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെലോസിറ്റി വോളിയം പാൻ സെൻറ്റർ പാൻ ചെയ്യാം, ടോൺ പാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എഫക്ട്സ് ആണ്. എഫക്ട്സ് വന്നിട്ട് നമുക്ക് ഒരുപാട് എഫക്ട്സ് ഇതിനകത്തുണ്ട്. നമുക്ക് ഡിലേ ആണെങ്കിൽ ഇപ്പോൾ ഡിലേയുടെ ടൈമിങ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്ട്സ് അതാണ് ഒരുപാട് എഫക്ട്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിലേ, റിവർബ്, ഓവർ ഡ്രൈവ്, ട്രെമോളോ, കംപ്രസർ. ഈ പാഡിൻ്റെ മറ്റൊരു പ്രത്യേകത മാസ്റ്റർ EQ ഉണ്ട്. നമുക്ക് മാസ്റ്റർ EQ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കിറ്റ് നെയിം. നമുക്ക് ഇപ്പോൾ യൂസറിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം അങ്ങനെ സെലക്ട് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് റീസെറ്റ് ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസിനകത്ത് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാം, കുറയ്ക്കാം, മിഡി ചാനൽ ഔട്ട്പുട്ട്, സിസ്റ്റം ഇൻഫർമേഷൻ, മെമ്മറി ലോക്ക്, അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സോങ്, USB സോങ്, USB മിഡി, ക്ലിക്ക്, ഇതൊക്കെ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇതാണ്. നമുക്ക് ഇതിൽ എങ്ങനെ ഒരു വേവ് സാമ്പിൾസ് ആഡ് ചെയ്യാം എന്ന് നോക്കാം. നമുക്കൊരു ഫ്ലാഷ് മെമ്മറി, USB ഫ്ലാഷ് മെമ്മറി എടുത്തിട്ട് കമ്പ്യൂട്ടറുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. USB കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ USB ഡിസ്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടോൺ ആഡ് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് നമുക്ക് പേര് കൊടുക്കേണ്ടത് വേവ് ഇമ്പോർട്ട്, സ്പേസ് ഒന്നുമില്ലാതെ വേവ് ഇമ്പോർട്ട് എന്ന് പേര് കൊടുത്തതിന് ശേഷം നമ്മൾ ടോൺസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് നമ്മളെ പാഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് കാണിക്കാം. USB C ടൈപ്പ് കൺവെർട്ടർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ USB പോർട്ടിൽ അത് കൊടുക്കുക. നമ്മൾ USB പോർട്ടിൽ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആ ഒരു USB-യുടെ ഒരു ഇത് വരും. അതിനുശേഷം നമ്മൾ മെനു എടുത്തതിന് ശേഷം ഇതിനകത്ത് വേവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ട് വേവ് ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള 2 ഇത് വേവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേവാണോ ആവശ്യം നമ്മളത് എടുത്തതിന് ശേഷം അതിപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇത്രയാണ് വേവ് ആഡ് ചെയ്യേണ്ടത്. NUX DP2000-ൻ്റെ ഓപ്ഷൻസൊക്കെ ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് പാഡാണത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് വേവ് ടോണൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു പാഡ് ഈ പാഡാണ്. നമ്മളൊരു ചർച്ചിലത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് ഇപ്പം ഡ്രമ്മിൻ്റെ കൂടെ വെച്ച് ചെറിയ എഫക്ട്സ് ഒക്കെ വായിക്കാനാണെങ്കിൽ ഈ പാഡ് ധാരാളം. ഇതിൻ്റെ യൂസ് മാത്രമേ നോക്കുള്ളൂ. കാരണം വിലയും കുറവാണ്. ഒരു 22,000 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിട്ടാവുന്നതിൽ നല്ല ഓപ്ഷനാണ്. ഒരു ദിവസം ആയതേ ഉള്ളൂ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ കിട്ടിയ ഒരു ഫങ്ഷൻസാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.